എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടിപൊളി രുചിയിൽ അടിപൊളി ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഇറച്ചിച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നും ഇതുപോലത്തെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കൂ. അത്രയും നല്ല രുചിയുള്ള നല്ലൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പറയുന്നില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 600 ഗ്രാം ബീഫാണ് എടുത്തിന്. എല്ലോട് കൂടിയ ബീഫ് ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിന്. കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത ബീഫാണ്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള പൊടികളൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ലൊരു മണം വരാൻ തുടങ്ങും പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ. അന്നേരം നമുക്ക് അടുപ്പ് ഓഫാക്കാം. കൈവിടാണ്ട് മിക്സ് ചെയ്തുകൊണ്ട് വെക്കുക. അങ്ങനെ ഇതാ പൊടികളെല്ലാം മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഈ പൊടികൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിരിക്കേണ്ട. അങ്ങനെയാകുമ്പോൾ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കൂടുതൽ മൂത്ത് പോകും. കൂടുതൽ മൂത്താൽ കറിക്ക് കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഞാനിതാ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കുക്കറാണ് എടുത്തിന്. അതിലേക്ക് എടുത്തു വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും കട്ട് ചെയ്തത്. മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലും പുതിനയില കുറച്ചെടുത്താൽ മതി. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, 1 എട്ടല്ലി വെളുത്തുള്ളിയും 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഹാഫ് ലെമൺ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പൊടി ഉണ്ടല്ലോ, മൂപ്പിച്ചെടുത്ത പൊടി, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. കുരുമുളകിൻ്റെ പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിന്. അതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല, കളറാണ് നല്ലോണം ഉണ്ടാകുക. അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഇതിലെ ഗ്രേവി ആവശ്യമുണ്ട് ചോറ് വെക്കാൻ. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. അല്ലെങ്കിൽ സാധാരണ ഞാൻ ബീഫ് കറി വെക്കുമ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കലില്ല. ബീഫ് വേവാനുള്ള വെള്ളം ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ, അഥവാ ഒഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ 1/4 കപ്പിലും കുറവായിട്ട് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കലുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ബാക്കി വേവിക്കുക. ഒരു 5-6 വിസിൽ വരുമ്പോഴത്തേക്ക് ബീഫ് വെന്ത് കിട്ടും. ഓരോ ബീഫിലും വേവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് 5-6 വിസിൽ വന്നതിന് ശേഷം അടുപ്പ് ഓഫാക്കിയിട്ട് തുറന്ന് നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 വിസിലും കൂടി വരുമ്പോഴത്തേക്ക് ബീഫ് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ 6 വിസിൽ വന്നപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടേനു. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. നല്ല ഗ്രേവിയോട് കൂടിയ നല്ലൊരു കറിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി നമുക്ക് ചോറ് വെക്കാൻ വേണം. അപ്പോൾ ഇതിലുള്ള ബീഫ് നമുക്ക് ഇതുപോലൊരു അരിപ്പക്കയിൽ വെച്ചിട്ട് കോരിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗ്രേവിയും ബീഫും വേറെ വേറെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ ബീഫെല്ലാം കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി നമുക്കിനി ചോറ് വെക്കാൻ ആവശ്യമുണ്ട്. ഇത്രയും ഉണ്ട്. ഇത് അളന്നിട്ട് നമുക്ക് ചോറ് വെക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഗീയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ചോറിൽ നമുക്ക് വെളിച്ചെണ്ണൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ മുമ്പിൽ നിൽക്കേണ്ടത്. നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുന്നത് പോലെയല്ല. നെയ്ച്ചോറിൽ ഗീൻ്റെ ആ ഒരു ടേസ്റ്റല്ല മുമ്പിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് വെളിച്ചെണ്ണൻ്റെ ആ ഒരു ടേസ്റ്റാണ് കിട്ടേണ്ടത്.
വെളിച്ചെണ്ണയും ഗീയും ഒന്ന് ചൂടായി വരുമ്പോൾ 3 ഏലക്കായി 3 ഗ്രാമ്പു പട്ട കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ സവാളയും കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിയെന്ന് കാണുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഗ്രേവി അളന്നിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് ഗ്രേവിയാണ് ഉള്ളത്. നമ്മൾ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ 1.5 കപ്പ് ആ ഒരു ഗ്രേവിയും ബാക്കി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു ഗ്രേവിയിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ലെമൺ പിഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. 2 കപ്പ് ജീരകശാല റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഞാൻ അരി കുതിർത്തി വെക്കലൊന്നുമില്ല കേട്ടോ. കുതിർത്തി വെക്കാണ്ടാണ് ചോറ് റെഡിയാക്കൽ. കഴുകിയ ഉടനെ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ കളയും, അങ്ങനെയാണ് എടുക്കൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് തിളച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ കോരി വെച്ച ആ ഒരു ബീഫ് ഉണ്ടല്ലോ, മറ്റൊരു അടുപ്പിൽ ഞാനിതാ ഇതുപോലെ വരട്ടിയതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ വരട്ടിയതുപോലെ ആക്കിയിട്ട് നമ്മൾ ഇറച്ചിച്ചോറിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ഈ ഒരു കോരി വെച്ച ബീഫ് അരിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കലാണ് സാധാരണ ചെയ്യൽ. പക്ഷേ എങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് അവിടുന്ന് ചെറിയ തീയിൽ വറ്റി വരട്ടെ. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചോറെല്ലാം വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഞാനിതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം വറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഫുള്ള് വെള്ളം വറ്റാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ചോറിലെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി ചെറിയ തീയിൽ നമുക്ക് ഒരു 5-6 മിനിറ്റോളം വെക്കാം. അപ്പോഴത്തേക്ക് ചോറെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. ഇനി നമ്മൾ വരട്ടാനായിട്ട് വെച്ച ബീഫ് ഇതാ നല്ലതുപോലെ അതിലുണ്ടായ കുറച്ച് ഗ്രേവിയെല്ലാം വറ്റി വരണ്ട് ഇതാ ഈ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട്, നല്ല വരണ്ട രീതിയിൽ. അന്നേരം നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു ബീഫിലേക്ക് നല്ലതുപോലെ മസാലയെല്ലാം പിടിച്ചിട്ട് നല്ല ആ ഒരു വരണ്ട രീതിയിൽ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ബീഫ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് അടുപ്പ് ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച ചോറില്ലേ, 5-6 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതാ ചോറെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വരട്ടിയെടുത്ത ആ ഒരു ബീഫ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് മിക്സായി ആ ഒരു ബീഫിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു മസാലയൊന്നും ഇളകി പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. മസാലയോട് കൂടെ ബീഫും ഈ ഒരു ചോറും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ബീഫ് ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മുകൾ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് ലെവലാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് അടച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റും കൂടെ വെക്കാം. അപ്പോഴത്തേക്ക് നല്ലൊരു അടിപൊളി ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയി കിട്ടും. നമ്മളിത് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആയപ്പോൾ അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് തുറന്നിട്ടുണ്ട്. കാണാൻ തന്നെ അടിപൊളിയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇറച്ചിച്ചോറ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഇത് നിങ്ങൾ ഉണ്ടാക്കും. അത്രയും നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ്. കൂടെ ഞാനിതാ കുറച്ച് ഉള്ളിസിർക്കയാണ് ഉണ്ടാക്കിയതിന്. ഉള്ളിസിർക്കയോ തൈരും പപ്പടമോ അച്ചാറൊക്കെ കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.